തെരുവിൽ തെണ്ട് നടന്ന് നിന്നെയൊക്കെ പിടിച്ച് നല്ല ഒന്നാം തരം കള്ളന്മാരാക്കാൻ ഞാൻ പെട്ട പാടെന്നാന്ന് എനിക്കറിയാം. നന്ദി വേണം, നന്ദി. ഒരു കുപ്പി കരിയോയിൽ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് NC ഡീലക്സ് ബ്രാൻഡി തേങ്ങ വെറുതെ വാവടക്കാക്കാന്നല്ല. ഇതൊക്കെ കഴിച്ചിട്ട് എന്ത് പ്രയോജനം? കുറച്ചു കാലം കൂടെ ജീവിച്ചോട്ടെ എന്ന് കരുതിയാ. പിന്നെ കോത്താഴത്തുകാരൻ വളയം സർക്കിളിന് ഇടി കൊണ്ടിട്ടുണ്ടോ? ഇല്ല. കൊള്ളണം. ഒറ്റ കീറിന് റാ പോലെ വളയും. അതുകൊണ്ട് അങ്ങേരെ വളയം സർക്കിൾ എന്ന് വിളിക്കുന്നത്. അങ്ങേരുടെ തന്റെ കൊള്ളാൻ ഒരു ഭാഗ്യം വേണം. കേൾക്കുമ്പോ തന്നെ ഒരു കൊതി വന്നു. അതെ, ഈ ഇടിക്കതൊക്കെ നിർത്തി ആശാൻ കാര്യത്തിലേക്ക് വാ. അവൾ ഉറങ്ങിയോ? അവൾ ഉറങ്ങി. അവക്ക് വേണ്ടി നമ്മളിത് നടത്തുന്നു. ഒരു തവണ മാത്രം. എങ്ങനെ? അവിടെ വീട് എവിടാന്ന് പറഞ്ഞ? ആ TV പറഞ്ഞതനുസരിച്ച് ആ ബീച്ചിന്റെ അടുത്ത് എവിടെയോ? ഒരു 10-70 കിലോമീറ്റർ വരും. സാരമില്ല, നീ അവിടെ നീക്കങ്ങൾ ശരിക്കൊന്ന് പഠിക്കണം. ഞാനും കൂടെ പോകാം. നീ പോകണ്ട, പുട്ടുപോയാൽ മതി. എന്നിട്ട് നീ പോയി പഠിച്ചിട്ട് വാ. ബാക്കി ഓപ്പറേഷൻ ഞാൻ ഏറ്റു. ധൈര്യത്തിന് ഒന്ന് വീശുന്നു. വേണ്ട, ഇത് ശാന്തിക്ക് വേണ്ടിയാ. അവളെ നടത്തണം. നടക്കൂടാ മക്കളെ? നടക്കും ആശാനെ, നടക്കും. അതെ, ഈ ഐഡിയ എന്റേതാണ്. അതിനുള്ള ഷെയർ എനിക്ക് കിട്ടണം. കാന്താരി, നീ എവിടെ ഒളിച്ചിരിക്കായിരുന്നോ? ദേ, ഇവിടെ നടന്നതെങ്ങാനാ ശാന്തിയുടെ ചെവിടിലെത്തിയ നിന്റെ മൂക്ക് ഞാൻ ചെത്തി ഉപ്പിലിടും. അടികൊള്ളാൻ ചെണ്ടയും കൂലി വാങ്ങാൻ മാരാരും. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കും ആശാനെ. അവനെ അപ്പൂപ്പനെ കാട്ടിലും വലിയ കള്ളനാവും. മിണ്ടി പോരുത്. അത് നിന്റെ സ്റ്റൈലൊന്ന് മാറ്റണം. സ്റ്റൈല് മാറ്റ്. നിന്നെ കണ്ട ഇപ്പൊ ഒരു അളവളാഞ്ച ലുക്ക. എടാ, കിഡ്നാപ്പർ എന്നൊക്കെ പറയുമ്പോ സ്വല്പം ഗൗരവമൊക്കെ വേണം. അവരെ ഫോളോ ചെയ്യാനുള്ളതല്ലേ? മനസ്സിലായില്ല. ഇപ്പൊ എന്നെ നോക്കിയേ. എന്ത് തോന്നുന്നു? എന്ത് തോന്നണം? ഒരു ഭീകര ലുക്കില്ലേ? എനിക്കത്ര ഭീകരത ഒന്നും തോന്നുന്നില്ല. ഒരു ബുൾഡോഗിന്റെ ലുക്കുണ്ട്. അതിനാണ് മലയാളത്തിൽ ഭീകര ലുക്ക് എന്ന് പറയാ. ആശാനെ, ബുൾഡോഗ് എന്ന് പറഞ്ഞാൽ ഒരുതരം പട്ടിയാ. എന്നെ ആക്കിയില്ലടാ. ബുൾഡോഗ് എന്ന് പറഞ്ഞാൽ ഭീകരനായ ഒരു പട്ടിയാ. അതെങ്കിൽ അത്. പക്ഷെ നിന്നെ കണ്ട ഒരു പോമറേനിയൻ പട്ടിയാണെന്ന് തോന്നുന്നു. അതിനെ മാറ്റിയിട്ട് നമുക്കൊരു ഇവിടുത്തെ പിള്ളേരെ കണ്ടിട്ടില്ലേ? 6 പൊതി വയറ്റത്ത്. 6 പൊതിയോ? പിന്നെ ഹെയർ സ്റ്റൈൽ ആദ്യം മാറ്റണം. ആശാനെ, അത് വേണോ? വേണം. ആകെ മൊത്തം ടോട്ടൽ ഈ ഗെറ്റപ്പ് എല്ലാം മാറ്റി അടിപൊളിയാക്കടാ മരുമോനെ. ആശാനെ, അവരിപ്പൊ താമസിക്കുന്നത് വേനൽക്കാല വസതിയായ ഗ്രീൻ ഹൗസിലാണ്. ഇത് ബ്ലൂ അല്ലേ? ഇപ്പൊ ഗ്രീൻ വേനൽക്കാല വസതിയോ? അത് ഈ ചൂടുകാലത്തൊക്കെ താമസിക്കുന്ന സ്ഥലം. അപ്പൊ തണുപ്പ് കാലത്തോ? ടൗണില് ബംഗ്ലാവില്. മൊത്തം അവർക്ക് എത്ര വീടുണ്ട്? 7 വീടുണ്ട്. കഷ്ടകാലത്ത് താമസിക്കുന്ന വീട്ടിൽ നിന്ന് ബുക്ക് ചെയ്യാലോ? അത് നല്ല എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്. മിണ്ടാതിരുന്നോളാം. അവന്റെ ഒരു ഐഡിയ പറഞ്ഞല്ലേ. പോട്ടെ, നീ നിന്റെ ഐഡിയ പറ. അതായത് ആശാനെ, അവര് കാലത്ത് കൃത്യം 10:30 മണിക്ക് എഴുന്നേൽക്കും. ബെസ്റ്റ് സ്വഭാവം. എഴുന്നേറ്റാൽ ഉടനെ വീടിന് ചുറ്റും ഒരു 10 റൗണ്ട് വാക്ക്. മോർണിംഗ് വാക്ക്. നൂൺ വാക്ക്. അപ്പൊ പൊക്കിയാലോ? എങ്ങനെ? രാത്രിയിൽ അവര് നടക്കുന്ന വഴിയിൽ നമ്മളൊരു കയറിന്റെ കുരുക്ക് കൊണ്ട് വെക്കുന്നു. അവർ കുരുക്കിനുള്ളിൽ കയറുമ്പോ ഒരൊറ്റ വലി. അവർ വീഴുന്നു, നമ്മൾ പോക്കുന്നു. ആഹാ, ബെസ്റ്റ് ഐഡിയ. അതിലും ഭേദം അവര് നടക്കുന്ന വഴിയെ പുലിയെ പിടിക്കുന്ന ഒരു പെട്ടി കൊണ്ട് വെക്കാം. അത് ഉഗ്രൻ ഐഡിയ തന്നെ. വേണമെങ്കിൽ പെട്ടിക്കകത്ത് 2 പൊരിച്ച കോഴിയും കൂടി വെച്ചോടും. അതാകുമ്പോ മണം പിടിച്ച് വന്ന് കയറിക്കോളും. എന്റെ ഈശ്വര, ഇത് തുടക്കത്തിലെ ചീറ്റുന്ന ലക്ഷണം. എടാ, വീട്ടിൽ കയറി കക്കുന്ന പോലെയല്ല ജീവനോട് ഒന്നിനെ പിടിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതിനിത്തിരി മെനക്കണം. ഇനി അവന്മാരും മിണ്ടിയല്ല. ഈ നടത്തവും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് ഒരു 12 മണിയാകുമ്പോ അവർ തെണ്ടാനാവും. കോടീശ്വരി ആശാന് ഞാനൊരു ഭംഗി വാക്ക് പറഞ്ഞതാ. അത് നേരത്തെ പറയണ്ടേ ഭംഗി വാക്ക്? ശരി മതി.
12നും 7 മണിക്കും ഇടയ്ക്ക് വരെ പൊക്കണം. ഇതിനിടെ സമയം തെറ്റിക്കാതെ അവര് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഈവനിങ് തീറ്റ. എന്തൊരു സ്റ്റൈലാടാ, എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. എങ്ങനെയുണ്ട്? റഫ് ആൻഡ് ടഫ് ഇപ്പോഴത്തെ സ്റ്റൈലാണല്ലേ. ആട്ടെ, എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരുങ്ങിയത്? ഞാനേ പെണ്ണ് കാണാൻ പോവാ. വേണം, കാണണം. ഈ കോലത്തിൽ കണ്ട ഏത് പെൺകുട്ടിക്ക് ഇഷ്ടം തോന്നാത്തെ? ഏതെങ്കിലും പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, എനിക്കൂടി ഇഷ്ടപ്പെടണ്ടേ. അതെന്താ ഇഷ്ടം തോന്നാത്തെ? ഒരാളെ ഇഷ്ടപ്പെട്ടു പോയില്ലേ? ആ ഇഷ്ടത്തിൽ തന്നെ നിക്കണോന്ന് എന്തിനാ വാശി? വാശിയല്ല, ചില ഇഷ്ടങ്ങളെ മാറ്റാൻ പറ്റില്ല. എന്റെ കാല് വയ്യാഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഒറ്റ ചവിട്ട് വന്നേനെ. എടാ, നീ എന്തൊരു മണ്ടനാ. അറിഞ്ഞോണ്ട് ആരെങ്കിലും കുഴിച്ചാടോ? കുഴിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെങ്കിലോ? തോന്നണം. ഇതൊരു പടുകുഴിയാ, എത്ര ശ്രമിച്ചാലും കരപറ്റാനാവാത്ത കുഴി. ഈ കുഴിന്ന് നീ എഴുന്നേറ്റ് വരും, നടക്കും, പറക്കും. കൂടെ പറക്കാനായിട്ട് ഞാൻ കാത്തിരിക്കാം. വെറുതെ കൊതിപ്പിക്കല്ലേ. കൊതിക്കണം മോളെ, കൊതിച്ചുകൊണ്ടേയിരിക്കണം. ഓരോന്നിനോടുള്ള കൊതിയാണ് ഈ ജീവിതം. പറക്കാൻ കൊതിച്ചാലേ തൂവല് മുളയ്ക്കൂ. എന്തോ ഒരു കള്ളത്തരത്തിനുള്ള പുറപ്പാടാണല്ലോ. ദേ, ഈ കള്ളന് കഞ്ഞി വെക്കേണ്ടവളാ നീ. പിന്നെ ഞാനൊന്ന് ടൗണിലേക്ക് ഇറങ്ങാം, നിനക്കെന്തെങ്കിലും വേണം? കുറച്ച് മാഗസിൻസ്. ഏറ്റവും വേറൊന്നും വേണ്ടല്ലോ. പഞ്ചാരിയാടി നിർത്തി പുറത്തേക്ക് വരൂ മകനെ. എടാ പൂട്ടുവാസു, നീയും പെണ്ണാണാൻ പോവാണോ? പൂട്ടുവാസു ഒക്കെ പണ്ട്. ദിസ് ഇസ് പൂട്ടുവാസു. പെണ്ണാണാൻ തന്നെയാ. പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടാ കൂടെ കൂട്ടിക്കൊണ്ടുവരാനാ പോകുന്നത്. അത് ഉഗ്രൻ ഐഡിയ. ഐഡിയ ഇസ് ബെസ്റ്റ്. പക്ഷേ എടുത്തോണ്ട് വരാൻ വലിയ ബുദ്ധിമുട്ടാ. അതെന്താ? ഭയങ്കര വെയിറ്റ് ആണ് പെണ്ണിന്. ഒരു ക്രെയിൻ വാടകയ്ക്ക് എടുത്തോ? അതൊക്കെ ഐഡിയ ആണല്ലോ. ഗണേശ വിളിച്ചാലോ? അതിനൊന്നും ആവശ്യമില്ല. ദേ, ഇവളെ പൊക്കിയെടുക്കാൻ എന്റെ 2 കൈ മതി. അതിന് സമയമാവട്ടെ അല്ലേ മോളെ? ഇവളെ പൊക്കുന്നു, അപ്പൊ അവളെ എന്തുവാണ്? ഒന്ന് വേഗാക്കട്ടടാ. എടാ സമയായി. ആശാൻ ടെൻഷൻ അടിക്കണ്ട, ആ മൂളിക്കവലയിൽ വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ അവരെയും പൊക്കി നേരെ അവിടെ എത്താം. അത് കറക്കമല്ലടാ. അതെ, കറക്കമാണ്. നേരായ വഴി പോന്നാലേ പോലീസുകാർ പൊക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ശ്രമം പരാജയപ്പെട്ടാൽ ഉത്തരവാദി ഞാൻ മാത്രമായിരിക്കും. ആരും രക്ഷിക്കാൻ ശ്രമിക്കരുത്. അപ്പൊ ഞാൻ വരണ്ടേ? വേണ്ട. എടാ നീ ഒറ്റയ്ക്ക്. പോലീസിന്റെ കണ്ണിൽ നിന്ന് പുറത്തു വരുന്നവരെ ഞാൻ ഒറ്റയ്ക്ക് മതി. വരട്ടെ ആശാനെ. What is this? Mariamma chicken. Mariamma chicken. Special chicken roast. Oh. Mariamma. I'm coming. Yes, madam.
ഓക്കെ 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 ഞാനിപ്പോൾ വിളിക്കാം കേട്ടോ. ഓക്കെ. ഹായ് സുജാത. ഇല്ല, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. അതെ, ഇന്ന് സബ്ജക്റ്റ് എന്നാ? വിമൻ ആൻഡ് സൊസൈറ്റിയാ? അയ്യോ, ഇറ്റ് കുഡ് ബി നൈസ് വിത്ത് സം കുക്കിംഗ് ഓർ റെസിപ്പിയോ ഇതോ അതോ. ഓക്കെ ഓക്കെ, ഡോണ്ട് വറി, ഐ വിൽ മാനേജ് സംഹൗ. റെസിപ്പി കിട്ടിയോ? ആ റെസിപ്പിയിൽ കൂടാതെ കുറച്ച് കശ്മീരി മുളക് പൊടി നന്നാ വറുത്ത് ചേർക്കണം. സാധാരണ വി ഡോണ്ട് യൂസ്. യു വിൽ റിയലി എൻജോയ് ദിസ് റെസിപ്പി. എനിക്ക് വളരെ ഇഷ്ടമാണ്.